എല്ലാവർക്കും നമസ്കാരം. ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റീസണിംഗിൽ തന്നെ നമ്മളൊരു അഞ്ചാമത്തെ ടോപ്പിക്കാണെന്ന് തോന്നുന്നു. അനലോഗി ഡിസ്കസ് ചെയ്തു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, കോഡിംഗ് പറഞ്ഞു, വെൻ ഡയഗ്രാം പറഞ്ഞു. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അഞ്ചാമത്തെ ടോപ്പിക്കാണ്. ശരത് സാറ് സിലോജിസം എടുത്തു, ഫിഗർ ബേസ്ഡ് പ്രോബ്ലംസ് ഒക്കെ എടുത്തു. അപ്പൊ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഡയറക്ഷൻ ഡിസ്റ്റൻസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതിനായിട്ട് ആദ്യം ശ്രമിക്കുക. ഞാൻ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവസാനം ചെയ്യാം കേട്ടോ. ടോപ്പിക്കുകളൊക്കെ ഒന്ന് കവറപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ടോപ്പിക്സ് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക്കുകളിലേക്ക് ഒന്ന് പോകുന്നത്. അപ്പൊ അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഡയറക്ഷൻ ഡിസ്റ്റൻസിന്റെ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ്. എന്റെ വരയ്ക്കുന്നതിന്റെ ഒരു ഭംഗി കാരണമാണ് കേട്ടോ ഇങ്ങനെ കയറിപ്പോയത്. കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു ക്രോസ് രീതിയിൽ തന്നെ വരണം കേട്ടോ. എന്താണ് VNS അല്ലെ? VNS എല്ലാ കൂട്ടുകാർക്കും ഇതറിയാമോ? VNS എന്താണ്? വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. എന്താണ് വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്? അതാർക്കെങ്കിലും അറിയാത്തവരുണ്ടോ മക്കളെ? എല്ലാവർക്കും അറിയാം വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പൊ അത് പഠിക്കാനായിട്ട് എന്തോർത്ത് വെച്ചാൽ മതി? VNS എന്ന കോഡ് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്, ഈറ്റ്, സാൾട്ട്, വാട്ടർ എന്ന് ഓർത്ത് വെച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇതങ്ങ് കത്തിയല്ലോ. അപ്പോ പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ് പഠിച്ചു. അത് മാത്രമേ ഉള്ളൂ ഡയറക്ഷൻസ്. ഇങ്ങനെ ഇടയ്ക്കായിട്ട് 4 ഡയറക്ഷൻസ്. നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് വെസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് സൗത്ത് വെസ്റ്റ്. കണ്ടോ മക്കളെ? എല്ലാ പ്രധാനപ്പെട്ട ഡയറക്ഷൻസും കണ്ടോ? ഈ 8 ഡയറക്ഷൻസിൽ ഓരോ ഡയറക്ഷൻസും തമ്മിലുള്ള ആംഗിൾ കണ്ടോ? ഇവിടെ എത്രയാണ് വരുന്നത്? 45 ഡിഗ്രിയാണ്. എന്നാൽ മെയിൻ ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കത്തിയല്ലോ. ഇനി ഇതിനകത്ത് പ്രധാനമായി ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം. VNS എല്ലാവർക്കും അറിയാലോ. VNS ഇതാരും ഇനി മറന്നു പോകത്തില്ലല്ലോ. നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും മറന്നു പോവോ? വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് 2 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ഡയറക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും മറ്റൊന്ന് ഏതാ? ഡിസ്റ്റൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും. അപ്പൊ ഡയറക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു, സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അയാൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു, റൈറ്റിലോട്ട് മൂവ് ചെയ്തു, ഇങ്ങനെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നോർത്തിലോട്ട് പോയവൻ റൈറ്റിലോട്ട് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്റെ റൈറ്റ് ഏതാണ്? നോർത്ത് ആണ് ഇത്. ഇങ്ങോട്ട് പോകുന്നവൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ അവന്റെ റൈറ്റ് ഇതല്ലേ? നോർത്തിലോട്ട് പോകുന്നവൻ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ അവന്റെ ലെഫ്റ്റ് ഇതല്ലേ? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. നോർത്തിലോട്ട് പോകുന്നവന്റെ ലെഫ്റ്റും റൈറ്റും. ഇപ്പൊ നോർത്തിലോട്ട് പോകുന്നവന്റെ ലെഫ്റ്റും റൈറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ നോർത്ത് ഏതാണ്, നിങ്ങളുടെ ലെഫ്റ്റ് ഏതാണോ അത് തന്നെയാണ് ലെഫ്റ്റ്, നിങ്ങളുടെ റൈറ്റ് ഏത് തന്നെയാണോ അത് തന്നെയാണ് റൈറ്റ്. അപ്പൊ നോർത്തിലോട്ട് പോകുന്നവന്റെ ലെഫ്റ്റും റൈറ്റും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വരയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടാ? നമ്മൾ ഇരുന്ന് വരയ്ക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും തന്നെയാണ് നോർത്തിലേക്ക് പോകുന്നവന്റെ ലെഫ്റ്റും റൈറ്റും. ഇനി ഈസ്റ്റിലോട്ട് പോകുന്നവന്റെ ലെഫ്റ്റും റൈറ്റും എന്താണ്? ഇതാണ് ഈസ്റ്റിലോട്ട് പോകുന്നത്. അവന്റെ ലെഫ്റ്റ് എന്താണ്? റൈറ്റ് എന്താണ്? നിങ്ങൾ തന്നെ ആ ഡയറക്ഷനിൽ പോകുന്നതായിട്ട് ചിന്തിക്കുക മക്കളെ. നിങ്ങൾ തന്നെ നിങ്ങൾ ഈസ്റ്റിലോട്ട് പോകുന്നു, നിങ്ങൾ ഈസ്റ്റിലോട്ട് ചന്ത വരെ പോകുന്നു. അപ്പൊ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഏതാണ്? ഇതല്ലേ നിങ്ങളുടെ ലെഫ്റ്റ്, ഇതല്ലേ നിങ്ങളുടെ റൈറ്റ്? കറക്റ്റ് അല്ലേ? ഈസ്റ്റിലോട്ട് പോകുന്നു, ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. ഇനി സൗത്തിലോട്ട് പോകുന്നു. സൗത്തിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ റൈറ്റ്, നിങ്ങൾ ആ സൗത്തിലോട്ട് നടന്നു വരുന്നു, നിങ്ങളുടെ റൈറ്റ് ഇതാണ്, ലെഫ്റ്റ് ഏതാണ്? ഇങ്ങോട്ടാണ് നിങ്ങളുടെ ലെഫ്റ്റ്. നിങ്ങൾ സൗത്തിലോട്ട്, നിങ്ങൾ ഇങ്ങോട്ടാണ് നടന്നു വരുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് നടന്നു വരുന്നത്. ഇനി വെസ്റ്റിലോട്ട് പോകുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വെസ്റ്റിലോട്ട് പോകുന്നു. അപ്പൊ നിങ്ങളുടെ ലെഫ്റ്റ് ഏതാണ്? ഇതാണ് ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ എന്താന്ന് പറയുന്നത് റൈറ്റ്. എല്ലാവരും ഒന്ന് വരച്ചു പഠിക്കണേ. എല്ലാവരും ഒന്ന് വരച്ച് നോക്കിക്കോണേ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം മറക്കല്ലേ. അപ്പോ ഡയറക്ഷൻ അങ്ങ് കത്തിയോ? പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ്, അതുപോലെ തന്നെ ഈ 4 ഡയറക്ഷൻസ് ഇടയ്ക്ക് വരുന്ന ബാക്കിയുള്ള 4 ഡയറക്ഷൻസ്, ഇവ തമ്മിലുള്ള ആംഗിള്, മെയിൻ ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിള്, അതുപോലെ തന്നെ ഓരോ ഡയറക്ഷനിലേക്കുള്ള ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ്സ് കത്തിയോടോ? കത്തിയെങ്കിൽ പറ കത്തി. ഇനി ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് സ്ട്രെയിറ്റ് ആയിട്ട് 20 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾ എടുക്കണമെന്ന് ചോദിച്ചാൽ അയാൾ നോർത്തിലോട്ട് പോയതായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. എ പേഴ്സൺ ട്രാവലിംഗ് ടുവേർഡ് സ്ട്രെയിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അയാൾ എങ്ങോട്ടേക്ക് പോയി എന്ന് ചിന്തിക്കുക? നോർത്തിലേക്ക് പോയി എന്ന് ചിന്തിക്കുക. കത്തിയോ? ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു.
ഇനി ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എറൈസ് ചെയ്ത് കളയുവാണേ. പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം പഠിക്കുക. പൈതഗോറസ് തിയറം കണ്ട മക്കളെ, പൈതഗോറസ് തിയറം ഒരു ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം എന്തുവാ പറയുന്നേ? ഇത് നിങ്ങളുടെ ബേസ് ആണ്, ഇത് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് ആണ്, ഇത് നിങ്ങളുടെ ഹൈപ്പോട്ന്യൂസ് ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലേ ഹൈപ്പോട്ന്യൂസ്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുല പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഈ ഫോർമുല വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ പാരലോഗ്രാം ആണ് തരുന്നതെങ്കിൽ, ഇങ്ങനെ പാരലോഗ്രാം ഷേപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ 5 കിലോമീറ്റർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, 8 കിലോമീറ്റർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, അതാണ്ട് 5 5 ഇങ്ങോട്ട് വന്നു, 5 ഇങ്ങോട്ട് വന്നു, 8 ഇങ്ങോട്ട് പോയി, 5 ഇങ്ങോട്ട് വന്നു, ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടത്തുള്ള ഡിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ചാൽ 5 + 8 നമുക്ക് സിമ്പിൾ ആയിട്ട് എത്ര എന്ന് പറയാം? 13 എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ലീനിയർ ഡിസ്റ്റൻസുകൾ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയി മെഷർ ചെയ്യാൻ ഫോർമുല ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ രീതിയിൽ ഏതാണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസിന്റെ ഈ രീതിയിൽ ട്രയാങ്കിളിന്റെ രീതി വരുവാണെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നതും, അതുപോലെ പാരലോഗ്രാം ആണെങ്കിൽ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ള കണ്ടീഷനും ഓർത്ത് വെക്കുക. അപ്പോ നമുക്ക് പോകാം. വളരെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വരും, ഉറപ്പായിട്ടും വരും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പോകാം. ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്താണ്? എ മാൻ വാക്സ് ഫ്രം എ പോയിന്റ് ടുവേർഡ് സൗത്ത്, ഹി ടേൺസ് റൈറ്റ് അറ്റ് റൈറ്റ് ആംഗിൾ. ഞാനത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം ഒന്ന് വരയ്ക്കുകയും കൂടെ ചെയ്യാം. എ മാൻ വാക്സ് ഫ്രം എ പോയിന്റ് ടുവേർഡ്സ് സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണെന്ന് അറിയാലോ. വേണമെങ്കിൽ എല്ലായിടത്തും VNS ഒന്ന് കത്തിച്ചു വെച്ച് നോക്കണം. VNS ഇതാണ് ആണ്. അപ്പൊ എന്താണ്? സൗത്തിലോട്ട് പോയി. എ മാൻ വാക്സ് ഫ്രം എ പോയിന്റ് ടുവേർഡ്സ് സൗത്ത്, ഹി ടേൺസ് എ റൈറ്റ്. സൗത്തിലോട്ട് പോകുന്നവന്റെ റൈറ്റ് ഏതാ? നമ്മൾ സൗത്തിലോട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ റൈറ്റ് ഏതാ? ഇതല്ലേ റൈറ്റ്. ഓക്കെ, ഹി ടേൺസ് എ റൈറ്റ് ആംഗിൾ. ദെൻ അപ്പൊ ഇപ്പൊ ഇങ്ങോട്ടായി. ഇപ്പൊ ഇത് സൗത്തിലോട്ടായിരുന്നു പോയത്, ഇപ്പൊ എന്തുകൊണ്ട് വെസ്റ്റിലോട്ട് പോയി. അഗൈൻ ടേൺസ് റൈറ്റ്, വെസ്റ്റിലോട്ട് പോകുന്നവന്റെ റൈറ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഓക്കെ, അറ്റ് റൈറ്റ് ആംഗിൾ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി വാക്കിംഗ് നൗ? ഇപ്പൊ അവൻ ഏത് ഡയറക്ഷൻ? ഈ ഡയറക്ഷൻ വെച്ചാൽ റൈറ്റ് എന്ന് വെച്ചാൽ നോർത്തിലോട്ടല്ലടാ തിരിഞ്ഞ്. അപ്പൊ അവൻ പോകുന്ന ഡയറക്ഷൻ ഏതാ? നോർത്ത് അല്ലേ. സോ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. കത്തി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സന്മിത്ര വാക്ക്ഡ് 8 മീറ്റർ ടുവേർഡ്സ് ദി നോർത്ത്. സന്മിത്ര 8 മീറ്റർ നോർത്തിലോട്ട് പോയി. 8 മീറ്റർ നോർത്തിലോട്ട് പോയി സന്മിത്ര കേട്ടോ. ഹി ടേൺഡ് ടു ഹിസ് റൈറ്റ്. നോർത്തിലോട്ട് പോകുന്നവന്റെ റൈറ്റ് വരയ്ക്കാൻ ഒരു കൺഫ്യൂഷനും ഇല്ല. ആൻഡ് വാക്ക്ഡ് 16 മീറ്റർ, 16 മീറ്റർ പോയി കേട്ടോ. ദെൻ ഹി ടേൺ ടു ഹിസ് ലെഫ്റ്റ്. ഇപ്പൊ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈസ്റ്റിലോട്ടാണേ പോയത്. അവിടെ നിന്ന് ലെഫ്റ്റ്, ഇതാ ഇങ്ങോട്ടല്ലേ ലെഫ്റ്റ്. 5 മീറ്റർ, 5 മീറ്റർ. ഓക്കെ, ആൻഡ് അഗെയിൻ ഹി ടേൺ ടു ഹിസ് ലെഫ്റ്റ്. അപ്പൊ നോർത്തിൽ പോകുന്നു, ലെഫ്റ്റ് ഒരു സംശയമില്ല, അതാണ് ഇങ്ങോട്ടാണ്. എത്ര? 16 മീറ്റർ. അപ്പൊ ഇങ്ങോട്ട് 16 പോയി, 5 മീറ്റർ ഇങ്ങോട്ട് പോയി, ദെൻ 16. അപ്പൊ ഇവിടെ എത്തി. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പൊ ഇപ്പൊ അയാൾ പോകുന്ന ഡയറക്ഷൻ വെസ്റ്റ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള ഇവന്റെ ഡയറക്ഷൻ. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നോക്കുമ്പോൾ ഇവന്റെ ഡയറക്ഷൻ ഏതാ? നോർത്ത് അല്ലേ. സോ അതാണ്. അവൻ പോകുന്ന ഡയറക്ഷൻ അല്ല ചോദിച്ചത്, മറിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഡയറക്ഷൻ ആണ് ചോദിച്ചത്. സോ ഇറ്റ് ഈസ് നോർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗുർപ്രീത് ഈസ് ഫേസിംഗ് ടുവേർഡ്സ് സൗത്ത്. ഗുർപ്രീത് നല്ല പേരാണ് കേട്ടോ. ഗുർപ്രീത് പിള്ളേർക്കൊക്കെ ഇടാൻ കൊള്ളാവുന്ന പേരാണ്. ഗുർപ്രീത് ഈസ് ഫേസിംഗ് ടുവേർഡ്സ് സൗത്ത്. ഗുർപ്രീത് എങ്ങോട്ട് പോകുന്നു? ഗുർപ്രീത് സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഷീ ടേൺസ് റൈറ്റ്. അപ്പൊ സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ എടുക്കും. സൗത്തിലോട്ട് ഫേസ് ചെയ്യാം. ഗുർപ്രീത് ഈസ് ഫേസിംഗ് സൗത്ത്. ഷീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 35 മീറ്റർ. 35 മീറ്റർ പോയി. ദെൻ റൈറ്റ് അഗെയിൻ. ഇങ്ങോട്ട് പോകുന്നു, വീണ്ടും റൈറ്റ് അഗെയിൻ. എത്ര? 40 മീറ്റർ. ഞാൻ കറക്റ്റ് അളവൊന്നും അല്ലേ വരയ്ക്കുന്നത്. 40 മീറ്റർ. ഫൈനലി ഷീ ടേൺസ് ടു ലെഫ്റ്റ് ആൻഡ് വാക്ക് 30 മീറ്റർ. ഇങ്ങോട്ട് പോയി 30 മീറ്റർ. വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിംഗ് നൗ? ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താണ്? 35 ഇങ്ങോട്ട് പോയി, 40 ഇങ്ങോട്ട് പോയി. കുറച്ച് ലീനിയർ ഡിസ്റ്റൻസുകൾ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഏതാ? വെസ്റ്റിലോട്ടല്ലേ പോകുന്നത്. എന്താണ്?
ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഗുർപ്രീത് ടുവേർഡ് സൗത്ത്, സൗത്തിലാണ് നിൽക്കുന്നത്, സൗത്തിലോട്ട് നിന്നു. സൗത്തിൽ നിന്ന് എന്ത് ചെയ്തു, സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിന്നു ഗുർപ്രീതിനെ. ഷീ ടേൺസ് റൈറ്റ്, റൈറ്റിലോട്ട് ടേൺ ചെയ്തു 35 മീറ്റർ. ദെൻ ടേൺസ് റൈറ്റ്, ഇപ്പം വെസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റിൽ നിന്ന് എന്ത് ചെയ്തു, വെസ്റ്റിലോട്ട് പോകുന്ന നമ്മൾ എങ്ങോട്ടാ റൈറ്റ് അടിച്ചാൽ ഇങ്ങോട്ടാ റൈറ്റ് പോകുന്നത്, അതായത് നോർത്തിലോട്ട് പോയി 40 മീറ്റർ. ഷീ ടേൺസ് ലെഫ്റ്റ്, നോർത്തിലോട്ട് പോകുന്ന ലെഫ്റ്റ് കൺഫ്യൂഷൻ ഒന്നുമില്ല. വിച്ച് ഡയറക്ഷൻ ഈസ് ഫേസിംഗ് നൗ, ശരിയാണ്, വെസ്റ്റ് ആണ് ഉത്തരം വരേണ്ടത്. കറക്റ്റ് കത്തിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. രവീസ് ഹൗസ് ഈസ് ടു ദ വെസ്റ്റ് ഓഫ് അങ്കിത് ഹൗസ്. രവിയുടെ ഹൗസ് അങ്കിതിന്റെ ഹൗസിന്റെ വെസ്റ്റിലാണ്. അപ്പം അങ്കിതിന്റെ ഹൗസ് ഇവിടെ ആണെങ്കിൽ അതിന്റെ വെസ്റ്റിലാണ് ആരുടെ ഹൗസ് വരുന്നത്, രവിയുടെ ഹൗസ് വരുന്നത്. ലാവീസ് ഹൗസ് ഈസ് ദ നോർത്ത് ഓഫ് അങ്കിത് ഹൗസ്. അങ്കിത് ഹൗസിന്റെ നോർത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, അങ്കിത് ഹൗസിന്റെ നോർത്തിലാണ് ആരോ വരുന്നത്, ലാവിയുടെ ഹൗസ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ലാവീസ് ഹൗസ് വിത്ത് റെസ്പെക്ട് ടു രവീസ്. അത് വളരെ ഈ ലാവീസ് ഹൗസ് വിത്ത് റെസ്പെക്ട് ടു രവീസ് ഹൗസ് എന്ന് വെച്ചാൽ ഫ്രം രവീസ് ഹൗസ് വി നീഡ് ടു സീ ദ ഡയറക്ഷൻ ഓഫ് ലാവീസ് ഹൗസ്. രവിയുടെ ഹൗസിൽ നോക്കുമ്പോൾ ലാവിയുടെ ഹൗസ് എവിടെയാണ് കണ്ടോ, ഈ ഡയറക്ഷനാണ്. അതായത് നോക്കൂ, നമ്മുടെ ഡയറക്ഷൻ വരച്ച ഇത് VNS ആണെങ്കിൽ ഈ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ അറിയപ്പെടുന്നത്, പറഞ്ഞേ എന്താണ് ഇത് വരുന്നത്, നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ്. സോ ദ ആൻസർ ഈസ് നോർത്ത് ഈസ്റ്റ്. കത്തിയായിരുന്നോ? അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, രവീസ് ഹൗസ് ഈസ് ദ വെസ്റ്റ് ഓഫ് അങ്കിത് ഹൗസിന്റെ വെസ്റ്റിലാണ് രവിയുടെ ഹൗസ്. ലാവിയുടെ ഹൗസ് എവിടാണ്, നോർത്ത് ഓഫ് അങ്കിത് ഹൗസ്. ലാവിയുടെ ഹൗസ് അങ്കിതിന്റെ ഹൗസിന്റെ നോർത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഡയറക്ഷൻ ലാവീസ് ഹൗസ് വിത്ത് റെസ്പെക്ട് ടു, ഈ വിത്ത് റെസ്പെക്ട് ടു കണ്ടാൽ രവിയുടെ ഹൗസിൽ നോക്കുമ്പോൾ ലാവിയുടെ ഹൗസ് എവിടുന്നാണ്, അവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെയാണ് രവിയുടെ ഹൗസിൽ നോക്കുമ്പോൾ ഏത് ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് ലാവിയുടെ ഹൗസ് നിൽക്കുന്നത്. സത്യോ? അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ഹെർ ഹൗസ് റിമി വെന്റ് 20 കിലോമീറ്റർ ടു നോർത്ത്. ഫ്രം ഹെർ ഹൗസ് റിമി വെന്റ് 20 കിലോമീറ്റർ, 20 കിലോമീറ്റർ നോർത്ത്. നോർത്ത് എന്ന് പറയുമ്പോൾ ഒരു സംശയമില്ലല്ലോ, ഇങ്ങനെ. ദെൻ ഷീ ടേൺസ് ടു വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവൻ ഈ VNS അവിടെ ഒന്ന് വരയ്ക്കണം കേട്ടോ, ഒന്ന് ചുമ്മാ ഒന്ന് വരച്ച് നോക്കണം. അപ്പൊ നോർത്ത് വെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡയറക്ഷൻ തെറ്റി പോകത്തില്ല. ഞാൻ ഈ അറിയാവുന്നതുകൊണ്ടാണ് വരച്ചു പോകുന്നത്. ദെൻ ഷീ ടേൺസ് വെസ്റ്റ് ആൻഡ് 15 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയി. ദെൻ ഷീ ടേൺഡ് സൗത്ത് 10. ഫൈനലി ടേണിംഗ് ടു ഈസ്റ്റ് 15 കിലോമീറ്റർ, ഈസ്റ്റിലോട്ട് 15 കിലോമീറ്റർ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം ഹിയർ ഹൗസ്. ഹൗസ് ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്, ഹൗസ് ഇവിടെ നിന്നല്ലേ റിമി ഇവിടുന്ന് 20 ഹൗസിൽ നിന്ന്, ഇവിടെയാണോ റിമിയുടെ വീട് ഇരുന്നത് കേട്ടാ. റിമിയുടെ ഈ ഹൗസിൽ നിന്നാണ് റിമി 20 മീറ്റർ നോർത്തിലോട്ട് പോയത്. ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നു. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം ഹെർ ഹൗസ്. ഹൗസിൽ നോക്കുമ്പോൾ റിമി നിൽക്കുന്ന നോർത്തിൽ തന്നെ അല്ലേ നിൽക്കുന്നത്. റിമി പോകുന്ന ഡയറക്ഷനാണ് എന്ന് പറയുന്നത് ഈസ്റ്റ്, പക്ഷെ ഹൗസിൽ നോക്കുമ്പോൾ ഏതാണ്, നോർത്ത് ഡയറക്ഷനിലാണ് റിമി നിൽക്കുന്നത്. സോ ദ ആൻസർ ഈസ് നോർത്ത്. കത്തിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സൗത്ത് ഈസ്റ്റ് ഈസ് ചേഞ്ച്ഡ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. VNS ഇടയ്ക്കുള്ള ഡയറക്ഷനോടെ വരച്ചു. കൃത്യമായിട്ട് വരച്ചു. VNS ഇടയ്ക്കൊരു 4 ഡയറക്ഷൻസ് ഉണ്ട്. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകം എന്താ അറിയാമോ, സൗത്ത് ഈസ്റ്റ് ഈസ് ചേഞ്ച് ചെയ്തു. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ ഡയറക്ഷനെ ചേഞ്ച് ചെയ്ത് എന്താക്കി, നോർത്ത് ആക്കി. നോർത്ത് ഈസ്റ്റിനെ ചേഞ്ച് ചെയ്ത് എന്താക്കി, വെസ്റ്റ് ആക്കി. ഇങ്ങനെയെല്ലാം ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സൗത്തിന്റെ പ്ലേസ് എന്ത് വരും, ഇത് രണ്ടെണ്ണം ചേഞ്ച് ചെയ്യുന്ന കിട്ടിയാൽ മതി. നോർത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ആര് വരുന്നത്, സൗത്ത്. വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും എന്ത് വരുന്നത്, ഈസ്റ്റ്. നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് വരുന്ന പ്ലേസ് ഏതാണ്, നോർത്ത് ഈസ്റ്റ്. അപ്പൊ സൗത്തിന്റെ പ്ലേസ് ആര് വന്നു, നോർത്ത് ഈസ്റ്റ്. അപ്പൊ ചേഞ്ച് വന്ന ഡയറക്ഷൻസ് ആണ് ഞാൻ റൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്, സൗത്ത് ഈസ്റ്റ് ഈസ് ചേഞ്ച് ടു നോർത്ത്, നോർത്ത് ഈസ്റ്റ് ഈസ് ചേഞ്ച് ടു വെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഈസ് ചേഞ്ച് ടു നോർത്ത് ആണെങ്കിൽ നോർത്തിന് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും എന്ത് വരേണ്ടത്, സൗത്ത്. അപ്പൊ നോർത്ത് വെസ്റ്റ് എന്തായി, സൗത്ത് ആയി. നോർത്ത് ഈസ്റ്റ് ഈസ് ചേഞ്ച് ടു വെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെസ്റ്റിന് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും എന്ത് വരേണ്ടത്, ഈസ്റ്റ് വരേണ്ടത്. അത് സൗത്ത് വെസ്റ്റ് ചേഞ്ച് ചെയ്ത് ഈസ്റ്റ് ആയി. അപ്പൊ നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണ് എപ്പോഴും ആര് വരേണ്ടത്, നോർത്ത് ഈസ്റ്റ് വരേണ്ടത്. അപ്പൊ സൗത്തിന്റെ പ്ലേസ് ആരായി, നോർത്ത് ഈസ്റ്റ് ആയി. ക്വസ്റ്റ്യൻ അത് സൗത്തിന്റെ പ്ലേസ് ആരാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നോർത്ത് ഈസ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ മുതൽ ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ 2 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒന്ന് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, മറ്റൊന്ന് ഏതാണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോ
ഓക്കെ, അപ്പൊ കിഷോർ സ്റ്റാർട്സ്. അപ്പം ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വരച്ചപ്പോൾ ചുമ്മാ ഒരു അളവിനൊന്നും ഒരു കൃത്യമായ മെഷർമെന്റ് ഒന്നും എടുത്തല്ല വരച്ചത്. പക്ഷെ ഇനി വരയ്ക്കുമ്പോൾ, ഇപ്പൊ ഇനി മുതലുള്ളത് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ മെഷർമെന്റ് കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ, കിഷോർ സ്റ്റാർട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്ക് 6 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. 6 കിലോമീറ്റർ ഒരു പോയിന്റിൽ നിന്ന് 6 കിലോമീറ്റർ അവിടോട്ട് പോയി, ഈസ്റ്റിലോട്ട് പോയി. ആൻഡ് ടേണിംഗ് ടു ഹിസ് ലെഫ്റ്റ്, ഈസ്റ്റിലോട്ട് പോകുന്ന ആളുടെ ലെഫ്റ്റ് ഇങ്ങോട്ടല്ലേ, ദാ എത്രയാണ് 3 കിലോമീറ്റർ. ആഫ്റ്റർ വാക്കിംഗ് ദിസ് ഹി അഗൈൻ ടേൺസ് ലെഫ്റ്റ്, നോർത്തിലോട്ട് പോകുന്ന ആളുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ്, ഇങ്ങോട്ട്. എത്രയാണ് 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയി, അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് നോർത്തിലോട്ട് 3 കിലോമീറ്റർ പോയി, അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് വെസ്റ്റിലോട്ട് 6 കിലോമീറ്റർ പോയി. നൗ ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നിന്നാ തുടങ്ങി. എത്ര ഈ ഡിസ്റ്റൻസ് പറഞ്ഞേ, 3 കിലോമീറ്റർ അല്ലേ. ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കത്തിയോ? അടുത്ത ക്വസ്റ്റ്യൻ. ദിനേഷ് ട്രാവൽസ് ഫ്രം എ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ദിനേഷ് എങ്ങോട്ട് പോയി, 8 കിലോമീറ്റർ ഈസ്റ്റ് വേഡ്, 8 കിലോമീറ്റർ ഈസ്റ്റ് വേഡ് പോയി. ആൻഡ് ടേൺസ് റൈറ്റ്, അവിടെ നിന്ന് പോയിന്റ് ബിയിലെത്തി, അവിടെ നിന്ന് ടേൺ റൈറ്റ്. ബി ഈസ്റ്റ് വേഡ് എന്ന് പറഞ്ഞപ്പോൾ ഇതാണല്ലോ, ഡയറക്ഷൻ അറിയാൻ മേലാത്തവൻ ഇതൊന്നും എപ്പോഴും സൈഡിൽ വരച്ചു വെച്ചോണം. VNS അറിയാമെങ്കിൽ സിമ്പിളാ. ഈസ്റ്റ് വേഡ്. ആൻഡ് ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 12 കിലോമീറ്റർ ടു സി. റൈറ്റിലോട്ട് എത്ര, 12 കിലോമീറ്റർ. എവിടെ, പോയിന്റ് സിയിലെത്തി. again right and walks 4 kilometers. ഏകദേശം ഒരളവ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഡി again turns right and travels 8 kilometers. വെസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അവിടുന്ന് റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. ഫ്രം ഈ ടേൺസ് ലെഫ്റ്റ് ആൻഡ് 4 കിലോമീറ്റർ. എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ്, ഇപ്പൊ നോർത്തിലോട്ട് പോകുന്ന ലെഫ്റ്റ് സംശയമൊന്നുമില്ല. നൗ ഹൗ ഫാർ ഹം സ്റ്റാർട്ടിംഗ് പോയി. ഇവിടെ അല്ലേ തുടങ്ങിയത്, ഇവിടെ അല്ലേ എഫിലല്ലേ വന്നിരിക്കുന്നത്. ഈയും എഫും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അത് എത്രയാണ്, 8 കിലോമീറ്റർ ഇങ്ങോട്ട്. ബാക്കി എത്ര, ഒരു 8 കൂടെ പോയ ഇവിടെ എത്തത്തില്ലേ, അത് 4 കൂടെ പോയ ഇവിടെ എത്തത്തില്ലേ, മൊത്തം 12 അല്ലേ. 4 കിലോമീറ്റർ, അതായത് 12 - 8, 4 കിലോമീറ്റർ. സിമ്പിൾ ആയിട്ട് കിട്ടിയോ? ലീനിയർ ഡിസ്റ്റൻസുകൾ ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സുനിത ട്രാവൽ 6 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്. ഇത് ഞാൻ വേണേ ഒരു റഫ്, ഇങ്ങനെ ഈ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു റഫ് സ്ട്രക്ചർ വെച്ച് തുടങ്ങി അറിയാം. VNS എന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എങ്ങോട്ടാണ്. സുനിത ട്രാവൽ 6 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിന് ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റിലോട്ട് 6 കിലോമീറ്റർ. കണ്ടോ, ആ വരയ്ക്കുന്ന തെറ്റിപ്പായിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ട്രാവൽസ് 9 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. എന്നിട്ട് വെസ്റ്റിലോട്ട് 9 കിലോമീറ്റർ. അപ്പോഴും സംശയമൊന്നുമില്ല, വെസ്റ്റിലോട്ട് 9 കിലോമീറ്റർ. ഫ്രം ഷീ ഗോസ് 6 കിലോമീറ്റർ സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് അറിയത്തില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡയറക്ഷൻ വരച്ച് നോക്കുക. VNS. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എത്ര, 6 കിലോമീറ്റർ. ഏകദേശം ഒരു പാരലോഗ്രാം വരുന്നുണ്ടോ, 6, 9, 6. പിന്നെന്താ, ഫൈനലി ഗോസ് 3 കിലോമീറ്റർ ഈസ്റ്റ്. 3 കിലോമീറ്റർ. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഒരു പാരലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 9. അപ്പം 9 - 3 എത്ര വരും, 6 കിലോമീറ്റർ ആണ് റൈറ്റ് ഉത്തരം. കത്തിയോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ കൊണ്ടുവന്ന് എത്തി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് മൂവ്സ് 9 കിലോമീറ്റർ സൗത്ത് ആൻഡ് ദെൻ ടേൺസ് ടു ഈസ്റ്റ്. നമുക്ക് നോക്കാം. മൂവ്സ് 9 കിലോമീറ്റർ സൈഡ്, 9 കിലോമീറ്റർ സൗത്തിലോട്ട് പോയി. സൗത്തിലോട്ടാണ് പോയത്. ദെൻ ടേൺസ് ടു ഈസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈസ്റ്റിലോട്ട്, സൗത്തിലോട്ട് പോയി. അവിടുന്ന് ഈസ്റ്റിലോട്ട് ഇല്ല 3 കിലോമീറ്റർ. ഇവിടെ കൂടെ കൂട്ടി കഴിയാം കേട്ടാ, ഒരു വിഷമം ഉണ്ടെങ്കിൽ 3 കിലോമീറ്റർ ഇങ്ങോട്ട്. ആൻഡ് ദെൻ ഗോസ് ടു 8 കിലോമീറ്റർ ടുവേഴ്സ് വെസ്റ്റ്.
ടേൺസ് ടു ഈസ്റ്റ്, അതുപോലെ എന്ന് പറയാം എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് 9 കിലോമീറ്റർ സൗത്ത്, 9 കിലോമീറ്റർ സൗത്തിലോട്ട് പോയി ആൻഡ് ദെൻ ടേൺസ് ടു ഈസ്റ്റ് ആൻഡ് ഗോസ് 3 കിലോമീറ്റർ. അതാ 3 കിലോമീറ്റർ ഞാൻ വരച്ചു. ഹി ടേൺ സൗത്ത് ആൻഡ് വാക്സ് 3 കിലോമീറ്റർ, എന്നിട്ട് സൗത്തിലോട്ട് ഒരു 3 കിലോമീറ്റർ പോയി. ഓക്കെ. ആൻഡ് ദെൻ മൂവ്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്, എന്നിട്ട് അവിടുന്ന് 8 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയി. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്? എടാ മക്കളെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ ഇങ്ങോട്ട് നോക്കൂ മക്കളെ. എന്തുവാ അതാണ്ടേ, ഇവിടാണ് തുടങ്ങിയത്, ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ അങ്ങ് ഫോം ചെയ്താൽ നമുക്കൊരു റൈറ്റ് ആംഗിൾ കിട്ടത്തില്ലേ? കണ്ട റൈറ്റ് ആംഗിൾ കണ്ട ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം. മൊത്തം എത്ര? 8 കിലോമീറ്റർ. അതിൽ 3 അങ്ങ് പോയാൽ ഇവിടെ എത്ര വരും? 5 കിലോമീറ്റർ അല്ലേടാ? മൊത്തം 8 അല്ലേ? അതിന്റെ പകുതിയല്ലേ ഉള്ളൂ, കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ. എത്ര 3 കിലോമീറ്റർ. അപ്പൊ ഇവിടെ 5 കിലോമീറ്റർ. ഇവിടെ 9ഉം 3 കൂടെ വരുമ്പോ ആൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി? അപ്പൊ ആൾട്ടിറ്റ്യൂഡ് കിട്ടിയത് 12 ആണ്. ബേസ് കിട്ടിയത് എത്ര? 5 ആണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, അതായത് 144 പ്ലസ് 25 എത്ര കിട്ടൂടാ? 169. അതായത് എത്ര കിട്ടി? 13. ഇത് എത്ര വരുന്നത്? ഈ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 13 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്. കത്തിയോ? സിമ്പിൾ ആയിട്ട് നോക്കിയാൽ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു. അപ്പോ അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ആയപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ബേസ് കൃത്യമായിട്ട് എടുക്കുക, ആൾട്ടിറ്റ്യൂഡും കൃത്യമായിട്ട് എടുക്കുക. ചാടി കയറി വെപ്രാളം പിടിച്ച് തെറ്റിക്കരുത്. കറക്റ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. കത്തിയോ? അടുത്ത ക്വസ്റ്റ്യൻ. റാണ വാക്സ്. ഓക്കെ, റാണ വാക്സ് 20 മീറ്റർ സ്ട്രേറ്റ് ഇൻ നോർത്ത് ഡയറക്ഷൻ. 20 മീറ്റർ നോർത്തിലോട്ട് പോയി. ആൻഡ് 20 മീറ്റർ റൈറ്റ്, എന്നിട്ട് 20 മീറ്റർ റൈറ്റിലോട്ട് പോയി. ഓക്കെ, ദെൻ എവറി ടൈംസ് ഹി ടേണിംഗ് ടു ലെഫ്റ്റ്. ഇത് കൊള്ളാം. ഓരോ മൊമെന്റിൽ ഇയാൾ ലെഫ്റ്റിലോട്ടാണ് ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോയി. ആദ്യം പോയ നോർത്തിലേക്കാ, അവിടെ നിന്ന് റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്തപ്പോ ഈസ്റ്റ് ആണ്. ഇനി അവിടുന്ന് ഓരോ ലെഫ്റ്റുകളാണ് എടുക്കട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ്, ഈസ്റ്റിലോട്ട് പോകുന്നതിന്റെ ലെഫ്റ്റ് ഏതാ? ഇതല്ലേ ലെഫ്റ്റ്? എത്ര? 5. പിന്നെ അവിടുന്ന് എത്ര പോയേക്കുന്ന ലെഫ്റ്റ്? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നോർത്തിലോട്ട് പോകുന്നതുകൊണ്ട് ലെഫ്റ്റ് എത്ര? 25. ഓക്കെ, 25. ഇപ്പൊ വെസ്റ്റിലോട്ട് പോകുന്നവന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ ഇനി വരും 25. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നല്ലേ, ഇവിടാണ് തുടങ്ങിയത്, ഇവിടാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് 20ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ഇത് എത്രയാണെന്ന് അറിയാമല്ലോ. എത്ര? 5 മീറ്റർ ആണ് ഇവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിസ്റ്റൻസ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രഭു ട്രാവൽഡ് ഫ്രം ഹിസ് ഹൗസ്. എല്ലാവരും ഒപ്പം ചെയ്തു നോക്കണേ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും പറഞ്ഞങ്ങ് പോവുകയാണ്. നിങ്ങളും കൂടെ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രഭു ട്രാവൽഡ് ഫ്രം ഹിസ് ഹൗസ്. അപ്പോ പ്രഭു എന്ന് പറഞ്ഞ ആള് അയാളുടെ ഹൗസിൽ നിന്ന് 20 കിലോമീറ്റർ ടു ഹിസ് ഫ്രണ്ട് ഹൗസ്. ഡയറക്ഷൻ പറയുന്നില്ല. ആഫ്റ്റർ സം ടൈം ഹി ലെഫ്റ്റ് ഹിസ് ഹൗസ് ആൻഡ് ടേൺ ടുവേർഡ്സ് റൈറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകത എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് എടുക്കുന്നു. പ്രഭു തന്റെ ഹൗസിൽ നിന്ന് 20 കിലോമീറ്റർ ഫ്രണ്ടിന്റെ ഹൗസിലോട്ട് പോയി. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹിസ് ഫ്രണ്ട് ഹൗസ് ആൻഡ് ടു ടേൺ റൈറ്റ്. അപ്പൊ ഇവിടുന്ന് റൈറ്റ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി റൈറ്റിലോട്ട് പോയി. എത്ര? 15 കിലോമീറ്റർ ടു റീച്ച് ദ പാർക്ക്. പാർക്കിലെത്തി. ആഫ്റ്റർ റെസ്റ്റിംഗ് ഫോർ വൈൽ ഹി അഗെയിൻ സ്റ്റാർട്ടഡ് ആൻഡ് ടേൺ ടു ഹിസ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 18 കിലോമീറ്റർ ടു റീച്ച് പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിലെത്തി. ഫ്രം ദയർ ഹി അഗെയിൻ ടേൺസ് ടു ദ റൈറ്റ്. അവിടെ അപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെസ്റ്റ് ആണ്. അവിടുന്ന് 15 കിലോമീറ്റർ. ഇപ്പൊ ഇവിടെ എത്തി. ഹൗ മെനി കിലോമീറ്റർ മോർ ടു ട്രാവൽ റീച്ച് ഹോം. എത്ര കിലോമീറ്റർ കൂടെ അയാൾ സഞ്ചരിച്ചാ പറ? ഇത്രയും ഡിസ്റ്റൻസ് കൂടെ പോരെ? 20 അങ്ങോട്ട് പോയി, 15 ഇങ്ങോട്ട് വന്ന്, 18 ഇങ്ങോട്ട് വന്ന്, 15 ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 2 അല്ലേ വരേണ്ടത്? 2 കിലോമീറ്റർ ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. ഈ ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകത,
വെസ്റ്റിലോട്ടോ നോർത്തിലോട്ടോ റൈറ്റിലോട്ടോ ഒന്നും പറയുന്നില്ല. ഇവിടെ എപ്പോഴും നിങ്ങൾ ഇത് വരച്ചു വരുമ്പം ഇങ്ങനെ വരയ്ക്കുന്നവരായാലും ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കും വരുന്നത്? 20, 15, 18, 15 എത്ര ആയിരിക്കും വരുന്നത്? 2. അപ്പൊ ഇങ്ങനെ എടുത്ത് വരച്ചാലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു രീതിയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് മാറിയായിരിക്കും. എന്തായാലും ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഏത് ഡയറക്ഷനോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഈസ്റ്റിലോട്ട് വരച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്തിലോട്ട് വരയ്ക്കാം. എങ്ങനെയായാലും അത് വരച്ച് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ സംഭവം കത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡയറക്ഷന്റെ ഒരു 12 ക്വസ്റ്റ്യൻസ് ഡയറക്ഷൻ ഡിസ്റ്റൻസിന്റെ ഞാനിപ്പോ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എന്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ SSC GDയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തും, ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഒരിക്കൽ കൂടെ കാണാം. അപ്പൊ എല്ലാവരും ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ക്ലാസ്സിന് ശേഷം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.